എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടൊമാറ്റോ ചിക്കൻ തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അത് എങ്ങനെയാണെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചിക്കൻ 750 ഗ്രാം എടുത്തിട്ടുണ്ട്. സവോള 3 എണ്ണം, തക്കാളി ചെറുത് 3 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 6 കഷ്ണം വെളുത്തുള്ളി. പിന്നെ മസാലക്കൂട്ട്: കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഈ ചിക്കൻ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ട് മുളക് പൊടിയിൽ പുരട്ടി വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി സവോളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ അരിഞ്ഞെടുക്കാം. സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് തൊലി കളഞ്ഞെന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കാം. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് മറ്റുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞങ്ങളിവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇതിനകത്ത് അധികം വെള്ളം ഉപയോഗിക്കുന്നില്ല. ഈ എണ്ണയുടെ അകത്താണ് ഈ ചിക്കൻ വേകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇനി സവോള ഇട്ടു. സവോള നന്നായിട്ട് വഴന്നു വരട്ടെ. ചെറിയ തീയിലൊന്ന് കിടന്ന് വഴന്നു വരട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. സവോള ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം. സവോള എണ്ണയിൽ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, കുരുമുളക് പൊടി. പൊടികൾ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുക. സവോള 3 ഇടത്തരം സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ചേർത്താണ് ചിക്കൻ പുരട്ടി വെച്ചത്. അപ്പോൾ അത് നോക്കി ഉപ്പ് ഇട്ടാൽ മതി. ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വേഗം.
നമ്മുടെ ചിക്കൻ കറി എണ്ണയിൽ നന്നായിട്ട് കിടന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റുന്ന നല്ല കിടിലനൊരു ടൊമാറ്റോ ചിക്കനാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നല്ല നല്ല റെസിപ്പീസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.